ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയെയും നന്ദുവിനെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നിനക്കിനി ആരെങ്കിലും കല്യാണം ആലോചിച്ചിട്ട് വന്നാലേ നീ അവൻ്റെ നമ്പർ നൈസായിട്ട് മേടിക്കണം, എന്നിട്ട് അത് എനിക്ക് തന്നെ. പിന്നെ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എങ്ങനെയാ നീ കല്യാണം മുടക്കാൻ പോകുന്നേ? ഞാനും നന്ദുവും തമ്മിൽ പ്രേമത്തിലാണെന്ന് അയാളോട് ഞാൻ വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൻ കല്യാണത്തിന് വഴങ്ങില്ലല്ലോ. പറയാൻ പറ്റില്ല. നീ എത്ര പേരെ നമ്മൾക്ക് അങ്ങനെ മുടക്കാൻ പറ്റും? അമ്മയുടെ ഭാഗത്തൊന്നും കൂടുതൽ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പഴങ്ങി കൊടുക്കേണ്ടി വരും. ഇല്ല നന്ദു, അങ്ങനെ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ അമ്മയെ എത്രയൊക്കെ നിർബന്ധിച്ചാലും നീ കല്യാണത്തിന് സമ്മതിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. പക്ഷെ അന്ന് കണ്ടതല്ലേ, ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കഴുത്തിൽ തൂക്കിടാൻ പോയത്. അതാ എൻ്റെ പേടി. അതൊക്കെ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ നന്ദു. ഇല്ല, ഇനി അമ്മ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യും. അമ്മയ്ക്ക് ജയിക്കാൻ വേണ്ടി അമ്മ എന്തും ചെയ്യും. അതാ എൻ്റെ പേടി. വെളിയിൽ ഇത്ര ഗുണ്ടകളൊക്കെ വിറപ്പിക്കുന്ന ഒരു പോലീസുകാരത്തിയെ ഞാൻ. പക്ഷെ വീട്ടിൽ എനിക്ക് അത്തരം ഇതൊന്നും ഇല്ല ഇനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സാരമില്ലടി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനു മുമ്പ് നിന്നെ സ്വന്തമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ അനിയുടെ കാലിലൊക്കെ ഇങ്ങനെ തോളിൽ ചാരി കിടക്കുക. ഈ സമയം നയനയെയും ആദർശിനെയാണ് കാണിക്കുന്നത്. നല്ല ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ നയനെ? ഈ നേരത്ത് ബീച്ചിൽ പോകാനോ? അമ്മ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും ആദർശേട്ടാ. പിന്നെ അമ്മ ഉറങ്ങിക്കാണും. എന്നാലും ഈ രാത്രി ഒറ്റയ്ക്ക് ബീച്ചിലൊന്നും പോകണ്ട. ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ രണ്ടുപേരില്ലേ. അമ്മ കാത്തിരിക്കുമല്ലേ. ആര് പറഞ്ഞു അമ്മ കാത്തിരിക്കുമായിരിക്കും? അമ്മ ഉറങ്ങുന്നുണ്ടാവുന്നേ. എന്നാലും അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. നമ്മൾ വരാൻ വൈകിയ പിന്നെ വിളിയോട് വിളിയായിരിക്കും. ഇല്ല നയനെ, നീ എൻ്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നേ, പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നയനെ സമാധാനിപ്പിക്കുക. എന്തൊക്കെയായാലും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ നിന്നൊന്ന് മാറി നിൽക്കണമെങ്കിൽ, നമുക്കിത്തിരി സമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ ബീച്ചിലേക്ക് വിടുക. ഈ സമയമാണെങ്കിൽ അനിയും നന്ദും ഭയങ്കര സംസാരം. എത്ര നാളായി നിന്നെ ഒന്നിങ്ങനെ കിട്ടാൻ ഞാൻ കാത്തിരിക്കാം. എൻ്റെ നന്ദു, ഒരു കാര്യം പറയാമല്ലോ, ഒരുപാട് ആഗ്രഹിച്ചിട്ടാ നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നത്. നിനക്ക് എല്ലാ ഞായറാഴ്ചയും എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ വന്നൂടെ? ഞായറാഴ്ചയോ? എനിക്ക് ശനിയും ഞായറൊക്കെ ഒരേപോലെയാ. എനിക്ക് ഞായറാഴ്ചയൊന്നും ഒന്നുമില്ല, ലീവും ഇല്ല. നീ എന്തിനാടി ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തത്? എന്ത് ചെയ്യാനാ, എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനാണെങ്കിൽ വേറെ എത്രയോ ജോലി ഉണ്ടായിരുന്നു. വല്ല സർക്കാർ ജോലിയും തിരഞ്ഞെടുക്കും. ഇത് സർക്കാർ ജോലി തന്നെയല്ലേ? ആണ്, ഞായറാഴ്ച ലീവ് കിട്ടുന്ന സർക്കാർ ജോലി. അതിന് വേണമെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം. നിനക്ക് പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം. അതൊന്നും വേണ്ട. അയ്യടാ, എനിക്ക് അതിനുള്ള കാശൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ചെലവിന് തരേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞാൽ പറ്റൊന്നുമില്ല. നിന്റെ കാര്യം ഞാൻ നോക്കുള്ളൂന്ന് ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കുക. എൻ്റെ അനുവാദം ഇല്ലാതെ ആര് പറഞ്ഞു ഇയാളോട് ഏറ്റെടുക്കാൻ? നിന്റെ അനുവാദം എനിക്ക് എന്തിനാ? നീ എൻ്റെ ഭാര്യയല്ലേ? ഭാര്യയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് അനി ആ കാഴ്ച കാണാം. ഈശ്വര പെട്ടു. എന്താണ് ദേ നോക്കി ആരാ വരുന്നതെന്ന് ഏട്ടനും ഏട്ടത്തി. അത് കേട്ടതും ദൈവമേ, അനി ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഒരൊറ്റ ഓട്ടം. അപ്പോൾ അനി ഒന്നും അറിയാത്തവരെ ഇങ്ങനെ ബീച്ചിലവിടെ ഇങ്ങനെയൊക്കെ കണ്ടോണ്ടൊക്കെ നിൽക്കുക. അപ്പൊ ആദർശനെ, ദേ അത് അനിയല്ലേ ആദർശേട്ടാ? അതെ. ഇവനെന്താ ഈ നേരത്തെ ഇവിടെ എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശം അങ്ങോട്ട് ചെല്ലുക. അനി, ഏട്ടനെന്താ ഇവിടെ? നീ എന്താടാ ഇവിടെ ഈ നേരത്ത്? അതെ, ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഏട്ടാ. ആ ജോലി തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാന്ന് കരുതി റിലാക്സ് ആവാൻ വേണ്ടി വന്നതാ. അത് കേട്ടതും ഈ നട്ടപ്പാതിരേക്കോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വരാമെങ്കിൽ പിന്നെ എനിക്ക് വരുന്നുണ്ട് എന്താ കുഴപ്പം? നീ ഒറ്റക്കാണോടാ വന്നത്? അതെ, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. പിന്നെ എൻ്റെ കൂടെ ആര് വരാനാ? സത്യം പറയടാ, നിന്റെ കൂടെ നന്ദു ഇല്ലായിരുന്നോ? നന്ദുവോ? അവൾ എൻ്റെ കൂടെ ഒന്നുമില്ല. ആര് പറഞ്ഞു നന്ദു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്? നിന്റെ നെപ്പും ഭാവവും മട്ടും ഒക്കെ കണ്ടിട്ട് അതുപോലെയാ തോന്നുന്നത്. എന്നാ പിന്നെ നിങ്ങൾ അന്വേഷിച്ചോ, ഇവിടെ മുഴുവൻ അന്വേഷിച്ചോ. ഇവിടെയൊക്കെ എത്ര അന്വേഷിച്ചാലും നന്ദുവിന്റെ ഒരു പൊടി പോലും കിട്ടത്തില്ല. അത് കേട്ടതും ആര് പറഞ്ഞു? അവളെ പോലീസുകാരത്തിയാ. ഏത് വഴി രക്ഷപ്പെടണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ തേടി പിടിച്ചാലും കാണുമൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേട്ടതും ഞാൻ ആരുടെ കൂടെ ഒന്നും അല്ല ആദർശേട്ടാ വന്നത്, ഒറ്റയ്ക്കാ വന്നത്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പാടായല്ലോ. ഒറ്റയ്ക്ക് വന്നു എന്നെ ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ. എപ്പോഴും നന്ദുവിന്റെ കൂടെ എന്നെ സംശയിച്ച് അവസാനം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്ക് തല്ല് മേടിച്ചു കൊടുക്കണ്ട നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ ഭയങ്കരമായിട്ട് അഭിനയിക്കുക. ഈ സമയം ആദർശേട്ടാ, ഇവൻ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ദേ തുടങ്ങി ഏട്ടത്തിയുടെ സംശയം.
ദേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കറങ്ങാൻ വന്നില്ലേ ഈ പാതിരാത്രി ആണുങ്ങൾക്ക് തന്നെ ഇവിടെ പ്രശ്നമാണ്, പിന്നെയാണ് പെണ്ണുങ്ങൾ കറങ്ങി നടക്കുന്നത് എന്നൊക്കെ പറയാ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അനി, എൻ്റെ കൂടെ ആദർശേട്ടനില്ലേ? ഉണ്ട്, എന്നാലും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ആദർശിനെ നയനെ പേടിപ്പിക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു റോഡരികൂടെ കൂടെ നടന്നു പോവുക. അപ്പോഴത്തേക്കും നവീൻ വരിക. അത് നന്ദു അല്ലേ, ഇവളെന്താ ഈ സമയത്ത് ഇവിടെ എന്നും ആലോചിച്ചോണ്ട് നന്ദു നവീൻ ചേട്ടാ, എന്താ നവീൻ ചേട്ടാ നീ എന്താ ഈ വേഷത്തിൽ ഒറ്റയ്ക്ക് ഇവിടെ? എന്താ നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല, ഞാനൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. ആണോ, എന്തായിരുന്നു? ഈ ബീച്ചിനകത്തെ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് മഫ്തി വേഷത്തിൽ വന്നതാ. എൻ്റെ നന്ദു നീ ഒരു പെൺകുട്ടിയാ, ആ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നൊന്നും ശരിയല്ല, അതും ഈ കച്ചറ ഏരിയായ ബീച്ച് വരത്ത്. അത് കേട്ടതും എനിക്കതൊന്നും പേടിയില്ല നവീനേട്ടാ, ഞാനേ പോലീസുകാരത്തിയാ. 10 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് നേരിടും. എൻ്റെ നന്ദു മുന്നിൽ കൂടെ വന്നാൽ ശരി, പിന്നീ കൂടെയാണ് ശത്രുക്കൾ വരുന്നെങ്കിലോ ഏയ് പിന്നീ കൂടെ വന്നാൽ നീ എന്ത് ചെയ്യും? അത് കേട്ടത് അങ്ങനെയൊന്നും വരില്ല നവീനേട്ടാ, അത്രയ്ക്കുള്ളതൊന്നുമില്ല. ഒരു പോലീസുകാർ പോലും ഇല്ലാതെ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? അത് ഈ പാതിരാത്രി. എന്നാ കയറി തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ. താൻ വണ്ടിയിലാണോ നന്ദു വന്നേ? ഇല്ല നവീനേട്ടാ, ഞാൻ ഒറ്റയ്ക്കാ വന്നേ. വണ്ടി പോലും എടുക്കാതെ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഞാനേ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കും, ഇങ്ങനെ വരുമ്പോൾ ആരും എന്നെ കണ്ടുപിടിക്കില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. എന്തായാലും സൂക്ഷിച്ചോ നന്ദു, തന്നെ ഒന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ. നവീനേട്ടനെ അങ്ങോട്ട് പോകണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. താൻ പെട്ടെന്ന് തന്നെ സമ്മതിച്ചല്ലോ, തനിക്ക് ആണുങ്ങൾക്കുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു മടിയുമില്ലേ? എന്തിനാ മടിക്കുന്നേ? നവീനേട്ടൻ എൻ്റെ ചേട്ടനല്ലേ, അനിയുടെ കൂടെയും എൻ്റെ കൂട്ടുകാരൻ രാകേഷിൻ്റെയും പിന്നെ വിഘ്നേഷിൻ്റെ ഒക്കെ കൂടെ ഞാൻ ബൈക്കിൽ പോകാറുണ്ട്, അതൊന്നും എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നവീൻ ചേട്ടൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ കയറ് നന്ദു, നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോയാലോ? ഈ പാതിരാത്രിക്കോ തണുപ്പത്തോ? എന്നാ പിന്നെ ഒരു കട്ടനാവാം. വേണ്ട നവീൻ ചേട്ടാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു സാധാരണ എല്ലാവരുടെ വണ്ടിയിലിരിക്കുന്ന പോലെ അങ്ങ് കയറി ഇരിക്കുക. അപ്പോൾ നവീന് ഭയങ്കര സന്തോഷമായി. ഇവള് 2 കാലിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ട് ഇരുന്നിങ്ങനെ പോകാൻ നല്ല രസമാണ്. എൻ്റെ കാമുകിയല്ലേ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, ഇവളെ എല്ലാവരുടെയും വണ്ടിയിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് അധികം കടന്ന് ചിന്തിക്കൊന്നും വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നവീൻ വണ്ടി എടുത്ത് ഇങ്ങനെ പോവുക. ഈ സമയം ഫോട്ടോ നയനയുടെ ആദർശിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാന്. ഇനി ഇത് ഏട്ടത്തി നന്നായിട്ട് നോക്കിക്കോ. അതെന്തിനാടാ? മറ്റന്നേട്ടൻ പോവുമല്ലേ, പിന്നെ 2 ആഴ്ച ഏട്ടനെ കാണാൻ പറ്റില്ല. അത് കേട്ടതും ഒന്ന് പോടാ, അത് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഫോട്ടോ ഒക്കെ നോക്കുന്നത്. ഞാൻ പോട്ടെ ആദർശേട്ടാ, നീ എങ്ങനെയാടാ വന്നത്? ബൈക്കിലോ? അപ്പൊ സത്യമായിട്ട് നീ ഒറ്റയ്ക്കല്ല വന്നത്. ആദർശേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ വന്നത്. നല്ല പാടാണല്ലോ, ഒറ്റയ്ക്ക് വന്നാലും മനുഷ്യനെ സംശയിക്കുകയാണോ? ആദർശേട്ടാ, ഇവന്റെ മുഖം കണ്ടാൽ അറിയാം, സത്യമായിട്ടും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പരതി നോക്കിയാൽ നന്ദു ഉണ്ടാവും. അത് കേട്ടതും എന്നാ നോക്കിക്കോ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നോക്കാതിരിക്കണ്ട, നോക്കിക്കോളെ, പിന്നെ എന്തിനാകുന്നേ? എന്നാ നീ പോയിക്കോ. ഏട്ടനും ഏട്ടത്തി അധികം നേരം ഇവിടെ നിൽക്കണ്ട, സ്ഥലം ശരിയില്ല കേട്ടോ, പോരെ. ശരിയടാ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ അനി അങ്ങ് പോയി. അനി പോയി കഴിഞ്ഞതും ആദർശൻ അനിയും കൂടെ സംസാരിക്കുക. ആദർശേട്ടാ, എനിക്ക് നല്ല സംശയമുണ്ട്, അനി ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അവന്റെ കൂടെ നന്ദുവും ഉണ്ട്. അവരിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? 2 പേരും പ്രായപൂർത്തിയായ ആൾക്കാരാ, അതുകൊണ്ട് നമുക്ക് അവരെ ശിക്ഷിക്കാനൊന്നും പറ്റത്തുമില്ല. അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, CI സച്ചിൻ അവളെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ അനിയും കൂട്ടുകാരും കൂടെ ഓവർ സ്ട്രെയിൻ എടുത്ത അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം കണ്ടുപിടിച്ച് അവസാനം അവനൊരു കള്ളനാണെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇനി നന്ദുവിന് എത്ര കല്യാണം വന്നാലും അനി അത് മുടക്കാൻ മുന്നിലുണ്ടാവും. അത് മാത്രമല്ല, അനി ആ കെട്ടാൻ പോകുന്ന പയ്യനെ വിളിച്ച് നന്ദുവിനെ തനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. അവനങ്ങനെ പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറയാൻ നന്ദുവിന് പറ്റില്ല. അതുകൊണ്ട് കല്യാണങ്ങൾ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരിക്കും. എടി നയനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനിയും നന്ദു ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം എന്നെ പോലെ തന്നെ തനിക്കുമില്ലേ? ഉണ്ടാദർശേട്ടാ, പക്ഷെ അറിയാലോ അമ്മയുടെ സ്വഭാവം, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട, ഒന്നും കൊണ്ട് പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. എന്തായാലും ദൈവങ്ങൾ അവരെ ഒന്നിപ്പിക്കാൻ ഒരു വഴി കാണിച്ചു തരും. അവർ 2 പേരും തന്നെയാണ് വന്നിരിക്കുന്നത്, അതിലെനിക്കൊരു സംശയമില്ല. നന്ദു നമ്മളെ കണ്ട് ഓടിയതായിരിക്കും, അത് ശരിയാ. എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ചോദ്യമൊന്നും ചെയ്യണ്ട, അവരെന്തായാലും വെച്ച് ചെയ്യട്ടെ. അനിയുടെ ജീവിതം അത് ഒരു പ്രാവശ്യം തകർന്നതാ. അനാമികയെ പോലെ ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെല്ലാം നഷ്ടപ്പെട്ടതാ. ഇനിയെങ്കിലും അവൻ സമാധാനത്തോടെ ജീവിക്കട്ടെ. സത്യം പറഞ്ഞാൽ അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് കൊണ്ടും
നന്ദു അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഫ്രീഡമായിട്ട് കടന്നു വന്നതും കൊണ്ടായിരിക്കാം അവനിപ്പോൾ ഓഫീസ് കാര്യം നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്, നന്നായിട്ട് അത് നോക്കി നടത്താൻ പറ്റുന്നത്. ഞാനില്ലെങ്കിലും അവനത് നന്നായിട്ട് നടത്തും, അത് നന്ദു ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അനി ബൈക്കിൻ്റെ അടുത്തെത്തി നന്ദുവിനെ ഫോൺ വിളിക്കുക. ഹലോ നന്ദു. പറ ആദർശ്, പറ നീ, സോറി പറ. നന്ദു എവിടെയാ? ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പോയോ? എത്താറായോ? എങ്ങനെ പോയി? അതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുക. അവളെന്നാലും എങ്ങനെ ഇത്ര പെട്ടെന്ന് വീടിൻ്റെ അവിടെ എത്തി? ഞാൻ കരുതിയത് അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്ന, ഇങ്ങനെയൊക്കെ ഒരുമിച്ച് പോവായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുക. ആരാ നന്ദു വിളിച്ചേ എന്നും നവീൻ. അത് സ്റ്റേഷനിൽ നിന്നാണ് നവീനേട്ടാ. ഞാൻ എത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചത്. അതേ നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല ഇതുപോലെ ഒന്നും കറങ്ങി നടക്കരുത് കേട്ടോ. എന്ത് ചെയ്യാനാ നവീനേട്ടാ, എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ, എനിക്ക് ചെയ്തല്ലേ പറ്റൂ. ശരി ശരി, താനൊരു ധൈര്യശാലി തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ നന്ദുവിനെ വീട്ടിലെത്തിക്കുക. ഈ സമയം വീട്ടിലെത്തിയതും ഇന്നാ മോനെ വന്നത് രാത്രിയാണെങ്കിലും ചുക്ക് കാപ്പി കുടിക്കും. മോനെ സദ്യ കഴിക്കാനായിട്ട് അനന്തപുരിയിലൊക്കെ പോയിന്നറിഞ്ഞു, ഒരു ദിവസം ഇങ്ങോട്ട് വരണേ. എന്തൊക്കെയായാലും അബിയുടെ കാര്യത്തിൽ അവൻ വിജയിക്കാതിരുന്നതിന്റെ പിന്നിൽ മോനും ഉണ്ട്. അതുകൊണ്ട് മോനെ ഒരു ദിവസം വിളിച്ച് നല്ല ഫുഡൊക്കെ തയ്യാറാക്കി തരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, ഞാൻ വരാലോ. പിന്നെ ആന്റി അങ്കിളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്താ മോനെ കാര്യം? ഇവളൊരു പോലീസ് ഓഫീസറാ, ഇവൾക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു 10 പേര് ഒരുമിച്ച് വന്നാലും അടിച്ചു തീർക്കാനുള്ള കയ്യിൽ കരുത്തുമുണ്ട്. പക്ഷേ പെൺകുട്ടിയായ സ്ഥിതിക്ക് ഇവളെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല കേട്ടോ. അത് കേട്ടതും നമ്മുടെ കനക, എന്താ മോനെ? ഇന്ന് ഞാൻ വരുമ്പോ ബീച്ചോരത്ത് 2 പേരും കൂടെ നടന്നു വരിക, ഇവള് ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു. അവിടെ ആ ചേരിയെ കുറിച്ച് നന്നായിട്ട് അറിയാലോ. കടപ്പുറം ഏരിയയാണ്, അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചില കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? മുന്നിൽ നിന്ന് വരുന്ന ശത്രുക്കളെ ഇവൾക്ക് നേരിടാൻ പറ്റും, പക്ഷെ പിന്നിൽ നിന്ന് വരുന്ന ശത്രുക്കളെ എന്ത് ചെയ്യും എന്നൊക്കെ നവീൻ ചോദിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ചേരിയിൽ പല അനാശാസ്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനന്ന് മഫ്തി വേഷത്തിൽ പോയതാ. എന്റെ നന്ദു, നീ ഒരു പെൺകുട്ടിയല്ലേ? പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണോ ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്? പെൺകുട്ടിയാണെന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ജോലിയിൽ എനിക്ക് എന്ത് പ്രഷർ ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്തു തീർക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യും. അതിൽ ഞാൻ ഒരു മുടക്കവും വരുത്തില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുക. ഈ സമയം നന്ദു ധൈര്യശാലി ആയതുകൊണ്ട് അവൾക്ക് പേടിയൊന്നുമില്ല, പക്ഷെ കാണുന്ന നമുക്ക് പേടിയാ. അല്ല, ഇവൾക്ക് കല്യാണമൊന്നും ആയില്ലേ, വീണ്ടും ആലോചനകളൊന്നും വന്നില്ലേ? എന്ത് ചെയ്യാനാ മോനെ? ഇവള് ആലോചനകൾ വന്നാലും ഇവള് വരണ്ടേ? ഇവള് മുങ്ങി നടക്കുക, അതാണ് ടെൻഷൻ. എന്നാ പിന്നെ ഞാനൊരു ദിവസം വരാം എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് പോവുക. നവീൻ പോയി കഴിഞ്ഞതും, ഡി സത്യം പറയടി, സത്യം പറ, നീ ആരുമായിട്ടാണ് ബീച്ചിൽ പോയത്? നീ ഒറ്റയ്ക്കല്ലല്ലോ ബീച്ചിൽ പോയത്. ഈ സമയത്ത് നീ എന്തിനാ ബീച്ചിൽ പോയത്? എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ചേരിയിൽ നടക്കുന്ന അനാശാസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പോയതാ, അത് മഫ്തി വേഷത്തില്. നീ നുണയൊന്നും പറയണ്ട. ഈ സമയത്ത് നീ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ ആരെങ്കിലും കാണും. ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുമല്ലോ, കഴിക്കുക. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചു. അതെ, എനിക്ക് ഇത്തിരി നേരം കിടക്കണം, എന്നാൽ ഞാൻ അങ്ങോട്ട് കിടക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ കനകയും ഗോവിന്ദനും സംസാരിക്കുക. ഗോവിന്ദേട്ടാ, അവൾ ഒറ്റയ്ക്കായിരിക്കില്ല കേട്ടോ, എനിക്ക് നല്ല സംശയമുണ്ട്. അവൾ ഒറ്റയ്ക്കായിരിക്കില്ല പോയിരിക്കുന്നത്. സാരമില്ല, വിട് കനകെ, അവളുടെ ജോലി ഇപ്പോൾ അതാണ്. അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവൾ അത് ചെയ്യും. അവളുടെ മുകളിൽ നിന്നും അവൾക്കത് പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അവളെ കൂടുതൽ പ്രഷർ ഒന്നും ചെലുത്തണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും ആദർശിനെയുമാണ്. 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുക. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് ആദർശേട്ടാ. എന്തൊക്കെയായാലും അവരിങ്ങോട്ട് വന്നതിൽ, അനി ഇവിടെ നിന്നതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. നന്ദും ഒപ്പം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അത് കേട്ടതും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നയനെ. എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും നമ്മുടെ നയനയാണെങ്കിൽ ഓരോന്ന് ആലോചിക്കുക. ഈശ്വര, അവരുടെ കല്യാണം നടത്തണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നയനെ, മറ്റന്നാളും ഞാൻ പോവും. അത് കഴിഞ്ഞാൽ നിനക്കെന്നെ നന്നായിട്ട് മിസ് ചെയ്യില്ലേ? പിന്നെ ഒരുപാട് അതുപോലെ തന്നെയാ, നിന്നെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. 2 പേരും നല്ല സങ്കടത്തിലോ. സാരമില്ല ആദർശേട്ടാ, ബിസിനസ്സുകാരി ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദർശ് പറയും, എന്നാൽ പിന്നെ നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നാലോ?
ഇപ്പോഴോ? ഈ സമയത്തോ? അതിനെന്താടി, നീ എൻ്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്, എന്തിനാ പേടിക്കുന്നേ? അനി പോയി, ഇനി നമുക്ക് സ്വൈര്യമായിട്ടിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.